ഇന്ത്യയിലെ പൊട്ടിപ്പൊളിഞ്ഞ സർക്കാർ സ്കൂളുകൾ നവീകരിക്കുന്ന പ്രവാസി മലയാളി മാതൃക ഇനി കാശ്മീരിലും. കോഴിക്കോട് നടക്കാവ് സ്കൂൾ മാതൃകയാണ് അതിർത്തികൾ കടന്ന് ജമ്മു കാശ്മീരിലും തുടക്കം കുറിച്ചത്. UAE കേന്ദ്രമായ പ്രവാസി മലയാളി ഫൈസൽ കൊട്ടിക്കോളനാണ് ഡ്രീം സ്കൂൾ എന്ന ജീവകാരുണ്യ പദ്ധതി ലോകത്തിന് പരിചയപ്പെടുത്തിയത്. ജമ്മു കാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ സ്കൂൾ ശ്രീനഗറിൽ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങ് ഇന്തോ UAE സഹകരണത്തിന്റെ സുപ്രധാന നാഴികക്കല്ലായി മാറി. ജമ്മു കാശ്മീരിലെ ശ്രീനഗറിൽ നിന്നും ജയ്ഹിന്ദ് TV മിഡിൽ ഈസ്റ്റ് എഡിറ്റോറിയൽ മേധാവി എൽവിസ് ചുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട്. 132 വർഷം പഴക്കമുള്ള കോഴിക്കോട് നടക്കാവ് സ്കൂൾ പുനർനിർമ്മിച്ചുകൊണ്ട് ഇന്ത്യക്ക് മാതൃക നൽകിയ ലോക മലയാളി UAE മലയാളി നമുക്കും ചേരുകയാണ്. ശ്രീ ഫൈസൽ കൊട്ടിക്കോളനാണ്. ഇന്ന് മറ്റു ചരിത്രമായിക്കൊണ്ട് അതിർത്തികൾ കടന്നുകൊണ്ട് ആദ്യമായി കാശ്മീരിൽ ശ്രീനഗറിൽ കോട്ടി ബാഗിൽ സ്കൂൾ നവീകരിച്ച് നിർമ്മിച്ചിരിക്കുകയാണ്. അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഈ ചരിത്ര നിമിഷത്തെ അഭിനന്ദിക്കുകയാണ്. എന്ത് തോന്നുന്നു? ഈ ഒരു പ്രതീക്ഷിച്ചായിരുന്നോ? 12 വർഷം യാത്ര തുടങ്ങിയപ്പോൾ ഇങ്ങനെയൊക്കെ ആവുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു? But I knew, എപ്പോഴും എന്ത് ആത്മാർത്ഥമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ this energy അല്ലേ, energy will take you wherever it is and you follow that. അതേമാതിരി ദൈവം ഇവിടത്തേക്ക് എത്തിച്ചത്. I never expected കാശ്മീരിൽ എത്തും എന്നുള്ളത്. 2023 ആക്സിഡന്റൽ വിസിറ്റ് ആയിരുന്നു. UAE ഇന്ത്യ ബിസിനസ് കൗൺസിലിന്റെ ചെയർമാനെ കൊണ്ട് ഒരു ഡെലിഗേഷൻ കൊണ്ടുവന്നു. എന്താണ് അടുത്ത പ്ലാൻ? എന്താണ് അത്? ജമ്മു ഇതേമാതിരി തന്നെ നമ്മൾ സ്റ്റഡി ചെയ്യാൻ പോവാണ്. ഒരു വൺ സ്കൂൾ എടുത്തിട്ട് അപ്പൊ ഫൗണ്ടേഷന്റെ ടീം നമ്മൾ നമുക്കൊരു പ്രോസസ് ഉണ്ട്. എല്ലാം ഒന്ന് ചെയ്തൊരു ഗ്യാപ്പ് അനാലിസിസ് നടത്തി വിൽ ടേക്ക് ഒരു മോഡൽ പ്രോജക്ട് ജമ്മുവില്. അപ്പൊ എന്താ വെച്ചാൽ ജമ്മു ആൻഡ് കാശ്മീർ അല്ലേ, രണ്ടും ഒരു ബാലൻസ് ചെയ്യണം. ഞാൻ ഈ ബാലൻസ് തെറ്റുന്നവരാണ് എല്ലായിടത്തും പ്രോബ്ലം. സോ വി വിൽ ബി സ്റ്റാർട്ടിംഗ് പാരലൽ. ഈ സർക്കാർ സ്കൂൾ നവീകരിക്കാനുള്ള സ്വപ്നം എന്തുകൊണ്ട് മനസ്സാദ്യം വന്നത്? ഞാൻ പലപ്പോഴും ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരുപാട് പ്രോജക്റ്റ് വേറെ ചെയ്യാമെന്ന്, പക്ഷേ സർക്കാർ സ്കൂളിൽ ഏറ്റെടുക്കാൻ നടക്കാവ് നമ്മുടെ നാടാണ്, ജന്മസ്ഥലമാണ്, കോഴിക്കോടാണ്. എന്തുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനം എടുക്കുക? നമ്മൾ കേരളത്തിൽ സ്റ്റഡി നടത്തിയിട്ടാണോ? ഇന്ത്യയിൽ സ്റ്റഡി നടത്തിയത് എന്താണെന്ന് വെച്ചാൽ ആകെ ഇന്ത്യയിൽ 12 ലക്ഷം ഗവൺമെന്റ് സ്കൂൾസ് ഉണ്ട്. അപ്പോൾ ഇന്ത്യ നമുക്ക് പുരോഗതിക്കണമെങ്കിൽ ഈ മേജർ ഈ പോപ്പുലേഷൻ ഹാസ് ടു ചേഞ്ച്. അവർക്ക് ഒരു ഹോളിസ്റ്റിക് എഡ്യൂക്കേഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ ഇന്ത്യന്റെ പ്രോഗ്രസ് വളരെ കുറവായിരിക്കും. വെരി സ്ലോ പ്രോഗ്രസ്. നമ്മൾ അന്തരീക്ഷം നന്നായി കഴിഞ്ഞാൽ സ്കൂൾ പഠനവും നന്നാവും, എല്ലാം നന്നാവും. നോട്ട് ഓൺലി സ്കൂൾ മാത്രം, അതിന്റെ സറൗണ്ടിങ്സ്. വെരി ട്രൂ. എഡ്യൂക്കേഷൻ ഈസ് എ പില്ലർ ഓഫ് എവറി സൊസൈറ്റി. കുട്ടികൾ നന്നായാലും കുട്ടികൾ പേരൻസിനെ പഠിപ്പിക്കും. പേരൻസ് പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവരെ ലാർജർ ഫാമിലിനെ പഠിപ്പിക്കും. പുതിയ ഫ്യൂച്ചർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇന്ത്യയിൽ മാത്രം 250 മില്യൺ സ്റ്റുഡൻസ് ഗവൺമെന്റ് സ്കൂളിൽ പോകുന്നുണ്ട്. അപ്പോൾ അതൊരു നെഗ്ലക്റ്റഡ് സെഗ്മെന്റ്, കംപ്ലീറ്റ്ലി നെഗ്ലക്റ്റഡ്. അവിടെയായിരുന്നു ആ നടക്കാവിന്റെ എനിക്ക് ഒരു ഇൻട്രസ്റ്റ് വന്നത്. വരാണെങ്കിൽ ഇവിടെ എന്തൊക്കെ ചെയ്തിരിക്കുന്നത്? ഈ സ്കൂളിൽ തന്നെ സെയിം നടക്കാവിന്റെ സെയിം കട്ട് കോപ്പി ആൻഡ് പേസ്റ്റ്, ഗ്യാപ്പ് അനാലിസിസ്, കളിക്കളങ്ങളും എല്ലാം, ലൈബ്രറികൾ, STEM lab, everything is there. Whatever we are taking Nadakavu model as a copy to everywhere, including Africa. So Nadakavu is a really biggest gift from Calicut to India. Dream Schools project ni shesham manassil kanna public health. ഞങ്ങൾ ഓൾറെഡി ഞാൻ അനൗൺസ് ചെയ്തു. അപ്പോൾ ഈ രണ്ട് പബ്ലിക് ഹെൽത്തും പബ്ലിക് എഡ്യൂക്കേഷനും സ്ട്രോങ് ആക്കി കഴിഞ്ഞാൽ then India will fly. ഇത് നമ്മൾ ഗവൺമെന്റിനെ ഇൻസ്പയർ ചെയ്യണം, പബ്ലിക്കിനെ ഇൻസ്പയർ ചെയ്യണം. എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാകട്ടെ. താങ്ക് യു. ശ്രീനഗറിൽ നിന്നും ക്യാമറമാൻ ധനേഷിനൊപ്പം എൽവിസ് കുമാർ, ജയ്ഹിന്ദ് ന്യൂസ്. താങ്ക് യു. One anchor every week, 20 years, 1,000 episodes on one TV channel. Middle East This Week, an Elvis Chumar TV show. Exclusively on Jayhind TV. Stay tuned for the 1,000 countdown.